നമുക്ക് പർപ്പിൾ കളർ തീമിൽ ജേർണൽ ചെയ്താലോ? ഒരു കുട്ടി കമൻറ്റ് ചെയ്യുന്നു ചെയ്യാൻ. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഇതാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം പർപ്പിൾ കളർ കൊണ്ട് ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഞാനൊരു ഒരു ചെടി അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ബ്ലാക്ക് ഇങ്കറ്റാണ് മെസ്സേജ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു പർപ്പിൾ ഇങ്കോണ്ട് ഒരു മെസ്സേജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേമാതിരി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത പേജിൽ ഇതേമാതിരി ഒരു പേപ്പർ ഇതേമാതിരി നമ്മൾ കൈ കൊണ്ട് തന്നെ കീറിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് ഇങ്ങനെ ആ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു കലണ്ടർ, ഏപ്രിലിൻ്റെ ഒരു കലണ്ടർ ഞാനൊന്ന് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതേമാതിരി ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതേമാതിരി ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെന്താ ഒരു ഫ്ലവർ ഞാൻ എവിടെ ബുക്കിൽ നിന്ന് കിട്ടിയതാണ്, അത് ഇതേമാതിരി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പർപ്പിൾ കളർ റെക്റ്റാങ്കിളിൽ ഇതേമാതിരി കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്തുള്ള പല സ്റ്റിക്കേഴ്സും ഒക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു സ്റ്റിക്കർ ഇതേമാതിരി ഒന്ന് ബ്ലാക്ക് കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് മെസ്സേജ് എഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് എന്താ മെസ്സേജ് എഴുതേണ്ടി വെച്ചാൽ അത് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ എനിക്ക് പറ്റിയൊരു മെസ്സേജ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇന്നത്തെ ഡേറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജേർണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.